Hello everyone, welcome to Learn 24. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th മാത്സിലെ 6th ചാപ്റ്റർ ആയ കോർഡിനേറ്റ്സിനെ പറ്റിയാണ്. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രി നമുക്ക് 10th ലെവലിൽ പഠിക്കുന്നത് 2 ഡയമെൻഷണൽ ജോമെട്രി ആണ്. അപ്പോൾ 2 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞാൽ രണ്ട് മെയിൻ ആക്സിസ് ഉപയോഗിച്ചിട്ടുള്ള ജോമെട്രി, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ജോമെട്രി ചെയ്യാം എന്നാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ രണ്ട് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു പ്ലെയിൻ ആണ് രണ്ട് കോർഡിനേറ്റ്സ് വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു പ്ലെയിനിൽ നടക്കുന്ന എന്ത് കാര്യത്തിനെയും നമുക്ക് രണ്ട് കോർഡിനേറ്റ്സിൻ്റെ, അതായത് രണ്ട് ആക്സിസിൻ്റെ സഹായത്തോടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു പ്ലെയിനിൽ എവിടെയുള്ള പൊസിഷൻ വേണമെങ്കിലും നമുക്ക് എങ്ങനെ രണ്ട് കോർഡിനേറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടി റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പ്ലെയിനിൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടാവും, അതിലൊരു പർട്ടിക്കുലർ പോയിൻറ്റിനെ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു യുണീക്ക് സെറ്റ് ഓഫ് നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി 3 ഡയമെൻഷനിലേക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 3 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടാവും. 3 നമ്പറുകൾ ചേർത്തിട്ടാണ് ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ബേസിക് ലെവൽ ആയതുകൊണ്ട് ഇതിൽ നമ്മൾ 2 ഡയമെൻഷണൽ ജോമെട്രി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ രണ്ട് ആക്സിസുകൾ ഉണ്ടായിരിക്കും, എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പോൾ ഒരു പ്ലെയിനിൻ്റെ കേസാണ് ഇവിടെ പറയുക. അപ്പോൾ ഈ പ്ലെയിനിലെ എല്ലാ പോയിൻറ്റ്സിനെയും ഈ രണ്ട് കോർഡിനേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് കോർഡിനേറ്റ്സിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ ഫർദർ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരുപാട് പോയിന്റ്സ് തന്നിരിക്കട്ടെ. അപ്പോൾ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിനു വേണ്ടി ഒരു ഡിസ്റ്റൻസ് ഫോർമുലയുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുലയുടെ ഹെൽപ്പോട് കൂടി ഒരു പ്ലെയിനിൽ കിടക്കുന്ന രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. പിന്നെ ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു മേജർ പോയിന്റ് ആയിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നതാണ് ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, രണ്ട് ആക്സിസുകളും മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതാണ് ഒറിജിൻ. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ 1 by 1 എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പൊസിഷൻസ് ആൻഡ് നമ്പേഴ്സ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു 2 ഡയമെൻഷണൽ ജോമെട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലെയിനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ബോർഡ് ഒരു പ്ലെയിൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ബോർഡിൽ നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ പോയിന്റിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് കോർഡിനേറ്റുകൾ ഉണ്ടായിരിക്കും. അതിലെ ഫസ്റ്റ് കോർഡിനേറ്റ് ആണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ് ആണ് അതിൻ്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ രണ്ട് ആക്സിസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ട് കോർഡിനേറ്റ്സ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സസ് ഓഫ് കോർഡിനേറ്റ്സ് എന്താണ്? പെർപെൻഡിക്കുലർ ലൈൻസ് ഫോർ മാർക്കിംഗ് പൊസിഷൻ ഓഫ് പോയിന്റ്സ്. ഈ പ്ലെയിനിലെ ഒരു പോയിന്റിൻ്റെ പൊസിഷനെ കാണിക്കാൻ വേണ്ടി റെഫറൻസ് ആയി നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ്. അപ്പോൾ ഈ രണ്ട് ആക്സിസിൻ്റെയും പ്രത്യേകത, രണ്ട് ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രിയിലായിരിക്കും രണ്ട് ആക്സിസുകളും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ആക്സിസുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് എക്സ് ആക്സിസ് എന്നും വൈ ആക്സിസ് എന്നുമാണ്. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഫോം ചെയ്യുന്ന ആക്സിസ്, ലെഫ്റ്റ് എൻഡിൽ നിന്ന് റൈറ്റ് എൻഡിലേക്ക് പോകുന്ന ആക്സിസ്, അതിനെയാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് വിളിക്കുക. അപ്പോൾ എക്സ് ആക്സിസിനെ യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ഡാഷ് എന്നാണ്, എക്സ് ഡാഷ്. ഇനി അതുപോലെ തന്നെ ഇത് ഒരു ഡയമെൻഷനേ ആയിട്ടുള്ളൂ. ഇനി നമ്മൾ 2 ഡയമെൻഷണൽ കേസ് ആയതുകൊണ്ട് ഒരു ആക്സിസും കൂടി നമുക്ക് വേണ്ടി വരും. ആ രണ്ടാമത്തെ ആക്സിസ് ആണ് വൈ ആക്സിസ്. അപ്പോൾ വൈ ആക്സിസ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ആദ്യമുള്ള എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അതിൻ്റെ മിഡ് പോയിന്റിൽ നിന്നാണ് വൈ ആക്സിസ് വരയ്ക്കുക. അപ്പോൾ ഈ പോയിന്റിൽ രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇതിൻ്റെ മെയിൻ റെഫറൻസ് പോയിന്റ്, അതായത് ഒറിജിൻ. ഒറിജിനെ നമ്മൾ ഒ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് വൈ ആക്സിസ്. അതിനെ വൈ ഡാഷ് എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ 2 ഡയമെൻഷണൽ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസുകളുണ്ട്. ഫസ്റ്റ് വൺ എക്സ് ആക്സിസ്, സെക്കൻഡ് വൺ വൈ ആക്സിസ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഇനി വൈ ആക്സിസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസ് ആണ്, അത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കുള്ള ഒരു ആക്സിസ്. അങ്ങനെ ഈ രണ്ട് ആക്സിസും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് അതിൻ്റെ റെഫറൻസ് പോയിന്റായ ഒറിജിൻ. ഒറിജിൻ്റെ പ്രത്യേകത എന്താണ്? ഒറിജിൻ എന്ന പോയിന്റിൽ രണ്ട് ആക്സിസുകളുടെയും കോർഡിനേറ്റ് വാല്യൂ 0 ആയിരിക്കും. അതായത് ഈ ആക്സിസുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ് ഒറിജിൻ. അതുകൊണ്ട് തന്നെ ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് 0,0 എന്ന് എടുക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻ കോർഡിനേറ്റ് സിസ്റ്റം.
ഇനി കോർഡിനേറ്റ്സ് എന്താണെന്ന് പറഞ്ഞിരുന്നത്? ഡിനോട്ട്സ് പൊസിഷൻ ഓഫ് എ പോയിന്റ് യൂസിങ് എ പർട്ടിക്കുലർ പെയർ ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു പ്ലെയിനിൽ എവിടെയുള്ള പോയിന്റ് ആണെങ്കിലും, ഏതൊരു പോയിന്റിലുള്ളതാണെങ്കിലും ആ പോയിന്റ് എവിടെയാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ, അതായത് ഒരു പെയർ ഓഫ് നമ്പേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഈ പെയർ ഓഫ് നമ്പേഴ്സിനെയാണ് ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഓർഡർ വേണം. എന്ത് ഓർഡറിൽ എഴുതാം? ഫസ്റ്റ് എപ്പോഴും നമ്മൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എക്സ് കോർഡിനേറ്റിന് ശേഷമാണ് സെക്കൻഡ് ആക്സിസിലുള്ള, അതായത് വൈ കോർഡിനേറ്റ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഓഫ് കോഴ്സ് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോർഡിനേറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുക. ഫസ്റ്റ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് വാല്യൂ എഴുതണം, അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം വൈ കോർഡിനേറ്റ് വാല്യൂ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഏത് പോയിന്റ് ആണെങ്കിലും ഒരു എക്സ് കോമ വൈ എന്ന വാല്യൂവിൽ രണ്ട് നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ആ പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ്. ഇനി ഒറിജിൻ നമുക്കറിയാലോ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, രണ്ട് ആക്സിസുകളുടെ മീറ്റിംഗ് പോയിന്റ്, അല്ലെങ്കിൽ രണ്ട് ആക്സിസുകളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പൊസിഷൻ, മീറ്റ് ചെയ്യുന്ന പൊസിഷനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒറിജിനിൻ്റെ കോർഡിനേറ്റ്സ് എപ്പോഴും 0,0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലം നോക്കാണ്. സിമ്പിൾ പ്രോബ്ലം ആണ്. കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ എന്താണെന്ന് മാത്രം നമ്മൾ എടുത്ത് എഴുതിയാൽ മതി. എന്താണെന്നിരിക്കുന്നത്? വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. അതായത് ഒരു എക്സ് ആക്സിസ് തന്നിട്ടുണ്ട്, എക്സ് ആക്സിസിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സിലൊക്കെ വൈ കോർഡിനേറ്റ് എന്താണ്? അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ വരച്ചിരിക്കുന്നത് ഒരു എക്സ് കോർഡിനേറ്റ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് വരച്ചിരിക്കുന്ന ഒരു എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഈ എക്സ് കോർഡിനേറ്റിലെ പല പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ പോയിന്റുകളുടെയൊക്കെ പ്രത്യേകത എന്താ? എല്ലാ പോയിന്റ്സിലും വന്നിരിക്കുന്ന വൈ കോർഡിനേറ്റ് വാല്യൂ 0 ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ എത്ര പോയിന്റ്സ് എടുത്താലും എക്സ് ആക്സിസിൽ അതിൻ്റെ വൈ കോർഡിനേറ്റ് വാല്യൂകളെല്ലാം 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ എഴുതാം? വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ എക്സ് ആക്സിസ് ഈസ് 0. അപ്പോൾ എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് സെലക്ട് ചെയ്താലും അതിൻ്റെ എല്ലാം വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ജനറലി വേണമെങ്കിൽ നമുക്ക് പറയാം വൈ കോർഡിനേറ്റ് ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ്? എക്സ് ആക്സിസിൻ്റെ ഇക്വേഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ വൈ ആക്സിസ്. അപ്പോൾ വൈ ആക്സിസ് ആണ് ആദ്യം നമ്മൾ വരയ്ക്കുന്നത്. വൈ ആക്സിസിൽ എന്താണ്? ടോപ്പ് ടു ബോട്ടം വെർട്ടിക്കൽ ആക്സിസ് ആണ് വൈ ആക്സിസ്. അപ്പോൾ വൈ ആക്സിസിലെ കുറച്ച് പോയിന്റ്സ് ഇവിടെ അടയാളപ്പെടുത്തിയേക്കാണ്. അപ്പോൾ ഈ പോയിന്റുകളുടെ കോമൺ പ്രോപ്പർട്ടി എന്താ നോക്കിയേ? ഇവിടെ വൈ വാല്യൂവിൽ വ്യത്യാസം വരുന്നുണ്ട്, പക്ഷെ എക്സ് വാല്യൂ എല്ലാത്തിൻ്റെയും 0 തന്നെയാണ്. അപ്പോൾ വൈ ആക്സിസിൽ ഏത് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്താലും അതിൻ്റെയൊക്കെ എക്സ് വാല്യൂ, എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ വൈ ആക്സിസ് ഈസ് 0. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റുക? നമുക്ക് എഴുതാം എക്സ് ഈക്വൽ ടു 0. അപ്പോൾ വൈ ആക്സിസിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? വൈ ആക്സിസിൽ ഏത് പോയിന്റ് സെലക്ട് ചെയ്താലും അവിടുത്തെ വാല്യൂ, എക്സ് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ. നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഒറിജിൻ ഒരു റെഫറൻസ് പോയിന്റ് ആണ്, രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ആക്സിസ്, അതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0,0. എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും, വൈയുടെ വാല്യൂ 0 ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? ലൈൻ ത്രൂ 0,1 ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസ് ഇവിടെ ഉണ്ട്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചിരിക്കുകയാണ്. ഏത് പോയിന്റിൽ കൂടെ കടന്നു പോകണം? ഇവിടെ 0,1 എന്നുള്ള പോയിന്റിൽ കൂടെ കടന്നു പോകണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. 0,1 എന്ന് പറയുന്നത് ഈ പോയിന്റാണ്. 0,1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ 0ൻ്റെ മുകളിലായിരിക്കണം. വൈയുടെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ വൈ ആക്സിസിൽ ഇവിടെ 1 സ്റ്റാർട്ട് ചെയ്യുന്നിടത്തായിരിക്കണം. അപ്പോൾ എന്താ വാല്യൂ ആയിട്ട് വരാം? ഈ പോയിൻ്റാണ് വരാം എന്ത്? 0,1. അപ്പോൾ 0,1 എന്ന പോയിന്റിൽ കൂടി എക്സ് ആക്സിസിന് പാരലായി വരച്ചിരിക്കുന്ന ലൈൻ. അപ്പോൾ ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താ നോക്കിയേ? ഈ ലൈനിൽ എല്ലാ പോയിന്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് സെയിമാണ്. എല്ലാ പോയിന്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് എന്താ വന്നിരിക്കുന്നത്? ഇവർ തന്നിരിക്കുന്ന 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഒരു കോമൺ പ്രോപ്പർട്ടി, ഈ ലൈനിൻ്റെ ഒരു കോമൺ പ്രോപ്പർട്ടി, ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ വൈ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ലൈൻ ത്രൂ 0,1 പാരലൽ ടു എക്സ് ആക്സിസ് ഈസ് 1. അപ്പോൾ ഇക്വേഷൻ ഫോമിൽ എഴുതണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം y ഈക്വൽ ടു 1 എന്ന് എഴുതാം.
സോ ഇവിടെ ഈ വാല്യൂ എല്ലാ വാല്യൂകളും 1 ആയതുകൊണ്ട് y വാല്യൂസ് എല്ലാം 1 ആയതുകൊണ്ട് നമുക്ക് ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന പോലെ എഴുതാം y = 1 എന്ന് എഴുതാം. അപ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആയ ഒരു ലൈനിൻ്റെ വാല്യൂ y കോർഡിനേറ്റ് വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇനി ആ വാല്യൂ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ലൈൻ ഈ പോയിന്റിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം y = 1 എന്ന് എഴുതാം. ഇൻ കേസ് ഇപ്പോൾ ഇവിടെയാണ് ഈ പോയിന്റ് 0,2 കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈൻ ആണെന്നിരിക്കട്ടെ. 0,2 കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? ഇവിടെ ഏത് പോയിന്റ് സെലക്ട് ചെയ്താലും ആ പോയിന്റിലൊക്കെ തന്നെ ഇവിടുത്തെ ഈ ലൈനിലെ എല്ലാ പോയിന്റ്സിലെയും y വാല്യൂ എന്തായിരിക്കും? y വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ എഴുതാം? ഈ ലൈനിൻ്റെ ഇക്വേഷൻ y = 2 എന്ന് എഴുതാം. അപ്പോൾ എക്സ് ആക്സിസിന് പാരലലായി എത്ര ലൈൻ വരച്ചാലും ആ ഒരു പർട്ടിക്കുലർ ലൈനിൽ y കോർഡിനേറ്റ് വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പോൾ 0,1 കൂടിയുള്ള ലൈൻ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ y = 1. 0,2 കൂടിയുള്ള ലൈൻ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ y = 2. അതാണ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസിൻ്റെ പ്രത്യേകത. അടുത്ത ക്വസ്റ്റ്യൻ, ലൈൻ പാരലൽ ടു y ആക്സിസ് ത്രൂ ദ പോയിന്റ് 1,0. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? y ആക്സിസിന് പാരലൽ ആയിട്ടാണ് ലൈൻ വരച്ചിരിക്കുന്നത്. പിന്നെ ഒരു പോയിന്റ്, ആ ലൈനിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1,0 ആണ്. അപ്പോൾ 1,0 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും 1,0 എന്നുള്ള പോയിന്റ്. ഇനി ഈ ലൈനിലെ 2-3 എക്സ്ട്രാ പോയിന്റ്സ് കൂടി നമ്മൾ മാർക്ക് ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താ? എല്ലാത്തിൻ്റെയും എക്സ് വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ ഈ ടോട്ടൽ ഈ ലൈൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്താലും അതിൻ്റെയൊക്കെ എക്സ് കോർഡിനേറ്റ് 1 ആയിരിക്കും. അപ്പോൾ ജനറലി നമുക്ക് ഈ ലൈനിനെ എന്തെന്ന് വിളിക്കാം? ഈ ലൈനിനെ x = 1 എന്നാണ് ഈ ലൈനിൻ്റെ ഇക്വേഷനായിട്ട് വരാം. അപ്പോൾ y ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനിൽ എക്സ് കോർഡിനേറ്റ് വാല്യൂ സെയിം ആയിരിക്കും. ഇനി ഇൻ കേസ് ഇപ്പോൾ ഈ ലൈൻ വരച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വയ്ക്കാം, ഈ പോയിന്റിൽ കൂടെയാണ് y ആക്സിസിന് പാരലായിട്ട് ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് 2,0 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എങ്ങനെ വരും? ഈ ലൈനിൽ എവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്താലും അതിലൊക്കെ എക്സ് കോർഡിനേറ്റ് 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? അത് 2,1. മുകളിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 2,2. അങ്ങനെ ഈ ലൈനിൽ എവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്താലും അതിൻ്റെ എല്ലാം എക്സ് കോർഡിനേറ്റ് 2 ആയിരിക്കും. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്തെഴുതാം? x = 2 എന്ന് എഴുതാം. അപ്പോൾ ഇതുപോലെ y ആക്സിസിന് പാരലലായി എവിടെയൊക്കെ ലൈൻസ് വരച്ചാലും ആ ലൈനുകളിൽ ഒരു പർട്ടിക്കുലർ ലൈനിലെ എക്സ് കോർഡിനേറ്റ് വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്പർ ആയിരിക്കും എക്സ് കോർഡിനേറ്റ് വാല്യൂ ആയിട്ട് വരാം. അതാണ് ഇവിടെ ഈ ലൈനിൻ്റെ കേസിലാണെങ്കിൽ x = 1, സെക്കൻഡ് ലൈനിൻ്റെ കേസിലാണെങ്കിൽ x = 2. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ പോയിന്റ് 1,0 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇക്വേഷൻ? x = 1 എന്നുള്ളതായിരിക്കും ഇക്വേഷൻ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ലൈൻ ത്രൂ 1,0 പാരലൽ ടു y ആക്സിസ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം? x = 1 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഇത്തിരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഇതുപോലെ തന്നെ ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇതുപോലൊരു ഫിഗർ തന്നിട്ടുണ്ടാവും. ഈ ഫിഗറിലെ എല്ലാ കോർഡിനേറ്റ്സും എല്ലാ കോർണർ പോയിന്റ്സും നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ എല്ലാ നമ്പേഴ്സിൻ്റെയും എല്ലാ പോയിന്റ്സിൻ്റെയും പൊസിഷൻ കണ്ടുപിടിച്ച് കോർഡിനേറ്റ് ഫോമിൽ അതിനെ മാർക്ക് ചെയ്യണം. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? എ ലാർജ് ട്രപ്പീസിയം മേഡപ്പ് ഓഫ് 4 ഈക്വൽ ട്രപ്പീസിയം. ഒരു വലിയ ട്രപ്പീസിയം ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ട്രപ്പീസിയം എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? 4 ഈക്വൽ ട്രപ്പീസിയം, ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തേക്കണു. 4 ഡിഫറെൻറ്റ് ട്രപ്പീസിയം കൂട്ടിച്ചേർത്ത് വെച്ചിട്ടാണ് ഈ വലിയൊരു ട്രപ്പീസിയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടിസസ് ഓഫ് ഓൾ ദീസ് ട്രപ്പീസിയം. അപ്പോൾ എല്ലാ കോർണർ പോയിന്റ്സ്, എല്ലാ പോയിന്റ്സിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് എല്ലാ പോയിന്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അവർ തന്നിരിക്കുന്നത് നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നാണ്. അപ്പോൾ ഒറിജിൻ്റെ കോർഡിനേറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്താണ്? ഒറിജിൻ്റെ കോർഡിനേറ്റ് 0,0 ആണ്. ഇനി താഴത്തെ ടോട്ടൽ ലെങ്ത് അവർ തന്നിട്ടുണ്ട് 8 എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനൊരു പോയിന്റ്, ഈ പോയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ എക്സ് വാല്യൂ എന്തായിരിക്കും? ടോട്ടൽ ലെങ്ത് 8 ആയതുകൊണ്ട് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 8 ആയിരിക്കും. ഇനി ഇത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ അറ്റത്തെ കോർണറിന് നമുക്ക് എന്ത് കിട്ടി? 8,0 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് ഈ തന്നിരിക്കുന്ന പോയിന്റ്.
അപ്പം മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ കൃത്യം പകുതി മതി മിഡ് പോയിന്റിലേക്ക് എത്താൻ. അപ്പോൾ ടോട്ടലി 8 ആണെങ്കിൽ ഈ പോയിന്റിലേക്ക് എത്താൻ എത്ര മതി? 4 മതി. അപ്പോൾ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 4,0 ആയിരിക്കും. അപ്പം നമുക്കറിയാം ഈ 3 പോയിന്റ്സും എക്സ് ആക്സിന്മേലാണ് കിടക്കുന്നത്. അതുകൊണ്ട് 3 പോയിന്റ്സിൻ്റെയും y കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. ഇനി മൊത്തം ഡിസ്റ്റൻസ് 8 ആണ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റത്തെ 0,0, സെക്കൻഡ് പോയിന്റ് 4,0, തേർഡ് പോയിന്റ് 8,0. ഈ ക്വസ്റ്റ്യനിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഈക്വൽ ട്രപ്പീസിയംസ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത് 4 ആണെങ്കിൽ ഈ ലെങ്ത്ത് എത്ര തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. കാരണം ഒരു ട്രപ്പീസിയത്തിന് ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്നതാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ ലെങ്ത്ത്, ബേസിൻ്റെ ലെങ്ത്ത് 4 ആണെങ്കിൽ ഇതിൻ്റെയും ബേസിൻ്റെ ലെങ്ത്ത് 4 തന്നെയായിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 4 തന്നെയാണ്. അപ്പോൾ ഇവിടെ 8,0 ആണ്. ഇതിപ്പോൾ വൈ ആക്സിസിന് പാരലായിട്ട് കിടക്കുന്ന ഒരു ലൈൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ അറ്റത്തെ ലൈൻ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ പോലെ കിടക്കുന്നത്. അത് ഏതിൽ കൂടെ പാസ് ചെയ്യുന്നത്? 8,0 കൂടെ പാസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈ ആക്സിസിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് വാല്യൂ എന്ത് തന്നെയായിരിക്കും? 8 തന്നെയായിരിക്കും. ഇനി ഈ ഡിസ്റ്റൻസ് 4 ആണെന്ന് അവർ തന്നിരിക്കുന്ന കാരണം നമുക്ക് എന്തെഴുതാം? ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 4 ആയിരിക്കും. അപ്പോൾ ഈ കോർണർ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എന്ത് കിട്ടി? നമുക്ക് 8,4 എന്ന് കിട്ടി. ഇനി എന്താണ്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റിൻ്റെ നമുക്കറിയാം ഇത് നേരെ താഴേക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താണ് നിൽക്കുന്നത്? എക്സ് കോർഡിനേറ്റ് വാല്യൂ 4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് 4 തന്നെയായിരിക്കും. ഇനി ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയതുകൊണ്ട് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് വാല്യൂ തന്നെയായിരിക്കും ഈ പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് വാല്യൂ. അപ്പോൾ ഈ പോയിന്റ് എന്തായി? 4,4 ആയി ഈ പോയിന്റ്. ഇനി നമുക്കറിയാം ഈ 2 പോയിന്റ്സിൻ്റെയും മിഡ് പോയിന്റ് ആയിട്ടാണ് ഈ പോയിന്റ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ് വാല്യൂ 4 ആണ്, ഇവിടുത്തെ എക്സ് വാല്യൂ 8 ആണ്. അപ്പോൾ 4ൻ്റെയും 8ൻ്റെയും മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്ത് വാല്യൂ വരും? ഈ നടുക്കത്തെ പോയിന്റിൻ്റെ എക്സ് വാല്യൂ 6 ആയിട്ട് വരും. വൈ വാല്യൂവിൽ വ്യത്യാസമില്ല, കാരണം ഇത് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഇവിടെ 6,4 വരും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഉള്ളിലുള്ള കോർണർ പോയിന്റുകൾ കൂടിയാണ് നമുക്ക് ഇനി മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി കിട്ടേണ്ടത് ഈ പോയിന്റാണ് അല്ലേ? അപ്പോൾ നോക്കിയേ, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിൻ്റെ ഹാഫാണ് ഇത്രയും വരുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഇവിടെ ടോട്ടലി 4 ആണ്. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര പോയിന്റ് വരും? 2 ആയിരിക്കും വരാം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ത് വരണം? ഇത് ടോട്ടൽ ഹൈറ്റ് 4 ആണ്, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന 4 ആണ്. അപ്പോൾ ആ ഹൈറ്റിൻ്റെ പകുതി എന്ന അർത്ഥത്തിൽ ഈ ഒരു പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്ത് മാർക്ക് ചെയ്യാം? 2 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ വൈ കോർഡിനേറ്റ് 2 ആണെങ്കിൽ ഈ പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് 2 തന്നെയായിരിക്കും. അതുപോലെ ഈ പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് 2 തന്നെയായിരിക്കും. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ 3 പോയിന്റുകളുടെയും എക്സ് കോർഡിനേറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 4 ആണെങ്കിൽ ഇവിടുത്തെയും എക്സ് കോർഡിനേറ്റ് 4 തന്നെയായിരിക്കും. ഇനി ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ലൈൻ വരച്ച് നോക്കുകയാണെങ്കിൽ ഈ പോയിന്റ് എന്താണ്? 4ൻ്റെയും 8ൻ്റെയും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ 4ൻ്റെയും 8ൻ്റെയും മിഡ് പോയിന്റ് ആണ്. ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 6 എന്ന്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇവിടുത്തെ കോർഡിനേറ്റ് എന്ത് വരും? 6,2 വരും. കാരണം മുകളിലത്തെ പോയിന്റ് 6,4 ആണ്. ഈ ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് വാല്യൂ സെയിം ആയിരിക്കും. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 തന്നെ വരും. ഇനിയുള്ളത് ഈ പോയിന്റ് ആണ്. അപ്പോൾ നോക്കിയേ, 0 മുതൽ 4 വരെ അതിൻ്റെ മിഡ് പോയിന്റ് ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ 0ക്കും 4ൻ്റെയും മിഡ് പോയിന്റ് ആയിട്ട് വരുന്ന നമ്പർ എത്രയാണ്? 2 ആണ്. അപ്പോൾ ഈ പോയിന്റിന് നമുക്ക് എന്തെഴുതാം? 2,2 എന്ന് എഴുതാം. ഇപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന ട്രപ്പീസിയത്തിൻ്റെയും ഉള്ളിലുള്ള ചെറിയ ട്രപ്പീസിയത്തിൻ്റെയും എല്ലാ പോയിന്റ്സും എല്ലാ കോർണേഴ്സും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് കോർഡിനേറ്റ്സിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അതായത് ഒരു കോർഡിനേറ്റ് കുറച്ച് വാല്യൂസ് അവർ തന്നിട്ടുണ്ടാവും, പിന്നെ ആക്സിസുകളുടെയും അതിൻ്റെ പാരലൽ ലൈൻസിൻ്റെ റിലേഷൻ വെച്ച് മറ്റെല്ലാ പോയിന്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തു. നോക്കിയേ, ഈ ഫിഗറിൽ എല്ലാ കോർഡിനേറ്റ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് ഇത് ചെയ്ത് കഴിയുമ്പോൾ
ഫർദർ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം, എല്ലാ പോയിന്റ്സിനെയും ഒരു പേര് കൊടുത്തിട്ട് എല്ലാ കോർണേഴ്സിനെയും നെയിം ചെയ്തിട്ട് അതിൻ്റെ എല്ലാം കോർഡിനേറ്റ് വാല്യൂ ഒന്ന് താഴെ ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം കൂടി നോക്കാം. കോർഡിനേറ്റ്സിൻ്റെ കൺസെപ്റ്റ് വെച്ച് തന്നെ ചെയ്യാവുന്ന മറ്റൊരു പ്രോബ്ലം കൂടി നോക്കാം. അപ്പോൾ ഇതിലെന്താ തന്നിരിക്കുന്നത്? ഇൻ ദ പിക്ചർ സെൻറ്റർ O ഓഫ് ദ സർക്കിൾ ഈസ് ഒറിജിൻ ആൻഡ് A ആൻഡ് B ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. പിന്നെ അതിലൊരു സർക്കിൾ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? സെൻറ്റർ O ഓഫ് ദ സർക്കിൾ ഈസ് ദി ഒറിജിൻ. അപ്പോൾ സർക്കിളിലെ സെൻറ്ററായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കോർഡിനേറ്റ്സിൻ്റെ റെഫറൻസ് പോയിൻ്റ് ആയ ഒറിജിൻ തന്നെയാണ്. ഇപ്പോൾ ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? 0,0 ആണ്. ഇനി എന്താണ്? ആൻഡ് A ആൻഡ് B ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. ഈ സർക്കിളിലെ 2 പോയിന്റ്സ് അവർ മാർക്ക് ചെയ്തിരിക്കുകയാണ്, എയും ബിയും. ഇനി എന്താ തന്നിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് A ആൻഡ് B. A ആൻഡ് ബിയുടെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ കോർഡിനേറ്റ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒറിജിനിൽ നിന്ന് അതിൻ്റെ എക്സ് വാല്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടണം, അതുപോലെ ഒറിജിനിൽ നിന്ന് വൈ വാല്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടണം. അതായത് ഇപ്പോൾ A എന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം, അതുപോലെ വൈ ആക്സിസിലേക്കും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ ഈ 2 പെർപെൻഡിക്കുലേഴ്സിൻ്റെയും ലെങ്ത്ത് കിട്ടിയാൽ നമുക്കിതിൻ്റെ കോർഡിനേറ്റ്സ് ആയി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന് താഴെ പെർപെൻഡിക്കുലർ താഴെ എത്തുമ്പോൾ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അതുപോലെ അതിൻ്റെ വൈ കോർഡിനേറ്റ് കിട്ടാൻ ഇവിടെ നിന്ന് ഇവിടെ വരെ ഈ പെർപെൻഡിക്കുലറിൻ്റെ A തൊട്ട് തിരിച്ച് വൈ ആക്സിസ് വരെയുള്ള പെർപെൻഡിക്കുലറിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ 30 ഡിഗ്രിയാണ്. അപ്പോൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റേഡിയസ് 2 ആണെങ്കിൽ ഇവിടുത്തെ റേഡിയസ് 2 തന്നെയായിരിക്കും. അപ്പോൾ റേഡിയസ് അറിയാം, ഒരു ആംഗിൾ അറിയാം. ഇത് 2 വെച്ചിട്ട് വേണം നമുക്ക് കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് കൺസെപ്റ്റ് യൂസ് ചെയ്യാം? 5th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച മുമ്പത്തെ, അതായത് ട്രിഗണോമെട്രിയിലെ കൺസെപ്റ്റ് വേണം ഇവിടെ യൂസ് ചെയ്യാൻ. ഇവിടെ നമുക്ക് ഹൈപ്പോട്ടിന്യൂസ്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടിന്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അതുപോലെ അഡ്ജസൻറ്റ് സൈഡും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തെടുക്കാം? sin 30 കാൽക്കുലേറ്റ് ചെയ്യാം. sin 30 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ചെറിയ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ OA ഇവിടെ ഒരു ലെറ്ററും കൂടി കൊടുക്കാമെന്ന് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളിലെ sin 30 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ sin 30 എത്രയായിരിക്കും? sin 30 ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? ഇതാ ഈ ഡിസ്റ്റൻസ് AP/OA. അപ്പോൾ sin 30 ഈക്വൽ ടു AP/OA. OAയുടെ വാല്യൂ 2 ആണ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ AP/2. ഇനി എന്ത് ചെയ്യണം? 2വിനെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ AP ഈക്വൽ ടു 2 ഇൻറ്റു sin 30. അപ്പോൾ ടാൻജൻസിൻ്റെ ഇതിന് മുമ്പത്തെ ട്രിഗ്നോമെട്രിയുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. sin 30 എത്രയാണ്? sin 30 ഈക്വൽ ടു 1/2 സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അപ്പോൾ 2 ഇൻറ്റു 1/2, ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസർ എത്ര കിട്ടി? ആൻസർ 1 എന്ന് കിട്ടി. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്ത് വേണം? ഇപ്പോൾ ഈ 1 എന്ന് പറയുന്നത് ഇതിൻ്റെ വൈ കോർഡിനേറ്റാണ്, A എന്ന പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് ആണ്. ഇനി അതിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെടുക്കണം? 30 ഡിഗ്രി വരുന്നതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? cos 30 വാല്യൂ എടുക്കുക. അപ്പോൾ cos 30 ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് OP, ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് റേഡിയസ് ആയിട്ടുള്ള 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? cos 30 ഈക്വൽ ടു OP/2. അപ്പോൾ ഈ /2വിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ OP ഈക്വൽ ടു 2 ഇൻറ്റു cos 30. cos 30യുടെ വാല്യൂ എന്താ? 30 സ്റ്റാൻഡേർഡ് ആംഗിൾ ആയതുകൊണ്ട് cos 30യുടെ വാല്യൂ നമുക്കറിയാം √3/2. അപ്പോൾ ഇവിടുത്തെ 2ഉം ക്യാൻസലായി, ഫൈനൽ ആൻസർ √3. അപ്പോൾ ഈ ഡിസ്റ്റൻസ് OP എന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √3 ആണ്. അപ്പോൾ A എന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് √3ഉം വൈ കോർഡിനേറ്റ് 1ഉമാണ്. അപ്പോൾ A എന്ന പോയിന്റ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? √3,1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബിയുടെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു 30 ഡിഗ്രി എന്ന് അവർ തന്നിട്ടുണ്ട്. മറ്റേ ആംഗിൾ ഒന്നും അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ അവർ 90 ഡിഗ്രിയുടെ സിമ്പൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോഴത്തെ ആംഗിൾ എത്രയായിരിക്കും?
ഇവിടെ സം ഓഫ് ആംഗിൾസ്, ഒരു ലൈനിലെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 180യിൽ നിന്ന് 30യും 90യും മൈനസ് ചെയ്യാം. അപ്പോൾ 30 + 90 120 വരും. 180യിൽ നിന്ന് 120 മൈനസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആംഗിൾ 60 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ 60യുടെ കോസും സൈനും എടുത്ത് നമുക്ക് ഈ രണ്ട് ലെങ്ത്തുകൾ, അതായത് BQ വും OQ വും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ BQ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ sin 60 കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? sin 60 = BQ/2. BQ എന്ന് പറഞ്ഞാൽ 60യുടെ ഓപ്പോസിറ്റ്, 2 എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ sin 60 = BQ/2. 2വിനെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ BQ = 2 × sin 60. sin 60 സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. sin 60യുടെ വാല്യൂ √3/2. അപ്പോൾ 2 × √3/2. അപ്പോൾ 2 രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി ആൻസർ എന്തായി? ആൻസർ = √3. അപ്പോൾ ഈ അളവ് BQവിൻ്റെ നീളം √3 ആണ്. ഇനി അതുപോലെ നമുക്ക് എന്ത് വേണം? OQവിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. OQവിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി cos 60 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ cos 60 = OQ/ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ അതുകൊണ്ട് OQ/2. ഇതിലും 2വിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്തായി? OQ = 2 × cos 60. അപ്പോൾ 2 × cos 60യുടെ വാല്യൂ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 1/2. അപ്പോൾ 2 ക്യാൻസലായി. ഫൈനൽ ആൻസർ 1. അപ്പോൾ ഇതിലെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ എക്സ് കോർഡിനേറ്റ് എഴുതണം. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റിൽ 0യിൽ നിന്ന് 1ലേക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ കൺവെൻഷൻ സിസ്റ്റത്തിൽ എങ്ങനെ യൂസ് ചെയ്യുക? റൈറ്റ് സൈഡിലേക്കുള്ള മൂവ് ചെയ്യുന്നത് പോസിറ്റീവും ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് നെഗറ്റീവും ആയിട്ടാണ് കോർഡിനേറ്റ്സിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതുകൊണ്ട് ഇവിടെ എന്ത് വരും? -1 ആണ് എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരാം. ഇനി √3യുടെ കേസിൽ കുഴപ്പമില്ല, കാരണം ഇത് ഈ രണ്ട് പോയിന്റ്സും y ആക്സിസിൽ, അതായത് മുകളിൽ കിടക്കുന്നതാണ്. ഒറിജിന് മുകളിൽ കിടക്കുന്ന പോയിന്റ് ആയതുകൊണ്ട് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. അത് കാരണം ഇവിടെ എന്ത് എഴുതാം? നമുക്ക് √3 തന്നെ എഴുതാം. ഇൻ കേസ് ഈ പോയിന്റ് ഇവിടെ താഴെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? √3 എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് താഴേക്കുള്ള വാല്യൂ ആയതുകൊണ്ട് നമ്മളവിടെ നെഗറ്റീവ് സൈൻ എടുക്കേണ്ടി വരും. അപ്പോൾ ടോപ്പിലേക്കുള്ള വാല്യൂ എടുക്കുമ്പോഴും റൈറ്റിലേക്കുള്ള വാല്യൂ എടുക്കുമ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒറിജിനിൽ നിന്ന് ടോപ്പിലേക്ക് എടുക്കുമ്പോഴും റൈറ്റിലേക്ക് എടുക്കുമ്പോഴും പോസിറ്റീവ് എന്ന് എടുക്കണം. ഒറിജിനിൽ നിന്ന് ബോട്ടമിലേക്ക് എടുക്കുമ്പോഴും ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോഴും നമ്മൾ നെഗറ്റീവ് ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വാല്യൂ 1 ആണെങ്കിലും ഇത് ഒറിജിനിന് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് കൊണ്ട് എക്സ് കോർഡിനേറ്റ് വാല്യൂ -1 ആയിരിക്കും. ഇനി √3 ഇവിടെ ഒറിജിനിൽ നിന്ന് ടോപ്പിലേക്ക് കിടക്കുന്നത് കൊണ്ട് ഇവിടെ പോസിറ്റീവ് തന്നെയായിരിക്കും. √3യുടെ കേസ് വരാം. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? -1, √3. അപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എന്താ വ്യത്യാസം? എയുടെ കോർഡിനേറ്റ്സ് √3, 1 വന്നു. അതുപോലെ ബിയുടെ കോർഡിനേറ്റ്സ് -1, √3 വന്നു. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെയിനായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് റെക്റ്റാങ്കിൾസിൻ്റെ എൻഡ് പോയിന്റ്, അതായത് കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ റെക്റ്റാങ്കിൾസിന് ചില പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ 1 by 1 നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്? റെക്റ്റാങ്കിൾസ് വിത്ത് സൈഡ്സ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ അതിൻ്റെ മെയിൻ സൈഡ്സ്, അതായത് ലെങ്ത്ത്, അതിൻ്റെ ലെങ്ത്തിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും എക്സ് ആക്സിസിന് പാരലായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്, ഈ റെക്റ്റാങ്കിളിലെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ലെങ്ത്തും അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡും, രണ്ട് ലെങ്ത്തുകളുണ്ടല്ലോ, അത് രണ്ടും എക്സ് ആക്സിസിന് പാരലാണ്. മറ്റ് ബ്രെഡ്ത്ത്, രണ്ട് ബ്രെഡ്ത്തുകളും y ആക്സിസിന് പാരലാണ്. അപ്പോൾ ഇങ്ങനെ പാരലായിട്ട് കിടക്കുന്ന ഒരു റെക്റ്റാങ്കിളിൻ്റെ കോർഡിനേറ്റ്സിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം? അപ്പോൾ ഫസ്റ്റ് എന്ത് തന്നിട്ടുണ്ടാവും? ഏതെങ്കിലും ഒരു കോർണറിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഏതൊക്കെ തന്നിരിക്കുന്നത്? ഇത് എ എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് x1, y1 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നോക്കിയേ, ഈ ലൈൻ എക്സ് ആക്സിസിന് പാരലാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് x1 ഉം y കോർഡിനേറ്റ് y1 ഉം ആണെങ്കിൽ ഈ പോയിന്റിൻ്റെയും y കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? y1 തന്നെയായിരിക്കും. അതുപോലെ ഇവിടുത്തെ y കോർഡിനേറ്റ് y2 ആണെങ്കിൽ ഈ പോയിന്റിൻ്റെയും y കോർഡിനേറ്റ് y2 തന്നെയായിരിക്കും. കാരണം ഈ രണ്ട് ലൈനുകളും എക്സ് ആക്സിസിന് പാരലാണ്. എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനുകളിൽ y വാല്യൂ സെയിം ആയിരിക്കും. ഈ രണ്ട് പോയിന്റിലും y വാല്യൂ, അതായത് ഇവിടെയും y1 ഇപ്പുറത്തും y1. അതുപോലെ സിയും ഡിയും കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ y വാല്യൂം y2
ലെഫ്റ്റിലെ y വാല്യൂ y2 തന്നെയായിരിക്കും. ഇനി നമ്മൾ എക്സ് കോർഡിനേറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ എക്സ് കോർഡിനേറ്റിൻ്റെ പ്രത്യേകത എന്താ? വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനുകളിൽ എക്സ് വാല്യൂകൾ സെയിം ആയിരിക്കും. അപ്പോൾ എയുടെ വാല്യൂ x1 ആണെങ്കിൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? x1 തന്നെയായിരിക്കും. അതുപോലെ ഇവിടെ ബിയുടെ എക്സ് കോർഡിനേറ്റ് x2 ആണെങ്കിൽ ഇവിടെ സിയുടെയും എക്സ് കോർഡിനേറ്റ് x2 തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെ കമ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ലൈനുകൾ പാരലായിട്ട് വരുമ്പോഴുള്ള പ്രത്യേകതകൾ വെച്ചിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന കോർഡിനേറ്റ്സിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമുക്കിതിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കുറച്ചും കൂടി ക്ലിയർ ആവും. നോക്കിയ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് റിമൈനിങ് വെർട്ടിസസ് ഓഫ് എ റെക്റ്റാങ്കിൾ വിത്ത് സൈഡ്സ് പാരലൽ ടു ആക്സിസ്. നേരത്തെ പറഞ്ഞ അതേ കാറ്റഗറിയാണ്, പക്ഷെ അവർ 2 കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് മാത്രമേ അവർ തന്നിട്ടുള്ളൂ. അപ്പോൾ എ ബി സി ഡി കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ബിയുടെയും ഡിയുടെയും മാത്രമേ അവർ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ബാക്കി 2 കോർണേഴ്സ് എയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കി ഏതൊക്കെയാണ് പാരലൽ? ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്യുക, അതായത് സൈഡ് എ ഡി കൺസിഡർ ചെയ്യുക. അപ്പോൾ സൈഡ് എ ഡി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ, ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടെങ്കിൽ വൈ ആക്സിസിന് പാരലായിട്ടാണ് എ ഡി എന്ന ലൈൻ കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും എയുടെ എക്സ് കോർഡിനേറ്റും സെയിം ആയിരിക്കും. അപ്പോൾ ഡിയുടെ എക്സ് കോർഡിനേറ്റ് -1 ആയതുകൊണ്ട് എയുടെയും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? -1 തന്നെയായിരിക്കും. ഇനി അതുപോലെ ഈ സൈഡ് ബി സി എന്ന സൈഡും വൈ ആക്സിസിന് പാരലാണ്. അപ്പോൾ ബി സിയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണെങ്കിൽ സിയുടെയും എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന പോയിന്റ്സ് വെച്ച് പാരലൽ കണ്ടീഷൻ എടുത്ത് സെയിം വരുന്ന കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്തു. ഇനി ഈ 2 ലൈൻ കൺസിഡർ ചെയ്യുക, അതായത് സി ഡിയും എ ബിയും കൺസിഡർ ചെയ്യുക. ഈ 2 ലൈൻസിൻ്റെയും പ്രത്യേകത എന്താ? ഈ 2 ലൈൻസും എക്സ് ആക്സിസിന് പാരലാണ്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻസിൻ്റെ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് -4 ആണെങ്കിൽ ഇപ്പോഴത്തെ വൈ കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? -4 തന്നെയായിരിക്കും. ഇനി അതുപോലെ ഇവിടുത്തെ വൈ കോർഡിനേറ്റ്, അതായത് ഡിയുടെ വൈ കോർഡിനേറ്റ് -2 ആണെങ്കിൽ സിയുടെയും വൈ കോർഡിനേറ്റ് -2 തന്നെയായിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന കോർഡിനേറ്റ്സിലെ പാരലൽ കണ്ടീഷൻ വെച്ച് കമ്പയർ ചെയ്ത് അറിയാൻ പാടില്ലാത്ത, അതായത് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന 2 കോർണേഴ്സിൻ്റെയും കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. എന്തൊക്കെയാണ്? എയുടെ കോർഡിനേറ്റ്സ് -1, -4, അതുപോലെ സിയുടെ കോർഡിനേറ്റ്സ് 2, -2. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്ത് കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ആൻസർ എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ നോക്കിയാൽ -1ഉം -2ഉം തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ 2ഉം -4ഉം അവർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റിലേഷൻ കമ്പയർ ചെയ്ത് അടുത്ത 2 കോർഡിനേറ്റ്സ് ആയ -1, -4ഉം 2 ആൻഡ് -2ഉം കണ്ടുപിടിച്ചു. ഇനി ഇതുപോലെ വേറെ കുറച്ച് പ്രോബ്ലംസ് കൂടി നമുക്ക് ചെയ്ത് നോക്കാം. Without drawing coordinate axis, make each pair of points below with left, right and top, bottom. ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് ടോപ്പ്, ബോട്ടം. അതായത് ക്വസ്റ്റ്യനിൽ 2 സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ലെഫ്റ്റ്, റൈറ്റ് ആയിട്ടും ടോപ്പ്, ബോട്ടമായിട്ടും കൺസിഡർ ചെയ്യണം. ഒരു റെക്റ്റാങ്കിളിൽ 4 കോർണേഴ്സ് ഉണ്ടല്ലോ, അതിലെ ലെഫ്റ്റ്, റൈറ്റ് ആയിട്ടും ടോപ്പ്, ബോട്ടമായിട്ടും നമ്മളിതിനെ കൺസിഡർ ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. എന്നിട്ട് ആ റെക്റ്റാങ്കിളിൻ്റെ റിമൈനിങ് വെർട്ടിസുകളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ അതർ കോർഡിനേറ്റ്സ് ഓഫ് റെക്റ്റാങ്കിൾസ് വിത്ത് ദീസ് ഓപ്പോസിറ്റ് വെർട്ടിസസ് ആൻഡ് സൈഡ് പാരലൽ ടു ആക്സിസ്. അപ്പോൾ 2 വെർട്ടെക്സുകളുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ബാക്കി 2 വെർട്ടെക്സുകൾ കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കി തന്നിരിക്കുന്ന 2 വെർട്ടിക്സുകളാണ് 5,4ഉം അതുപോലെ 6,2ഉം. ലെഫ്റ്റ് ടോപ്പിലെയും റൈറ്റ് ബോട്ടത്തിലെയും 2 വെർട്ടിസസിലെയും കോർഡിനേറ്റ്സ് അവർ തന്നിട്ടുണ്ട്. ഇത് വെച്ച് അടുത്ത മിസ്സിംഗ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ 2 ലൈനും പാരലൽ ടു വൈ ആക്സിസ് ആണ്. അപ്പോൾ 2 ലൈനിലെയും വൈ കോർഡിനേറ്റ് വാല്യൂകൾ ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് വാല്യൂ എക്സ് കോർഡിനേറ്റ് വാല്യൂ 5 ആണ്, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് വാല്യൂ 5 തന്നെയാണ്. അതുപോലെ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് വാല്യൂ 6 ആണ്, ഇവിടുത്തെയും എക്സ് കോർഡിനേറ്റ് വാല്യൂ 6 ആണ്. അപ്പോൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിയുടെയും എയുടെയും എക്സ് കോർഡിനേറ്റ് സെയിം ആണ്, അതുകൊണ്ട് ഇവിടുത്തെ വാല്യൂ എത്ര വന്നു? 5 നമുക്ക് വന്നു. ഇനി അതുപോലെ സിയുടെയും ബിയുടെയും എക്സ് കോർഡിനേറ്റ് വാല്യൂ ഈക്വൽ ആണ്. അപ്പോൾ ഇത് 6 ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെ കിട്ടി? 6 തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി.
ഇനി നമ്മൾ അടുത്ത പാരലൽ ലൈൻസ് കൺസിഡർ ചെയ്യുക. അടുത്ത പാരലൽ ലൈൻസ് ഏതൊക്കെയാണ്? താഴെയും മുകളിലും ടോപ്പും ബോട്ടും കിടക്കുന്ന 2 ലൈൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും എക്സ് ആക്സിസിന് പാരലലാണ്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലാവുമ്പോൾ വൈ കോർഡിനേറ്റ് വാല്യൂകൾ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 4 ആണെങ്കിൽ ഇവിടെയും അത് 4 തന്നെയായിരിക്കും. ലെഫ്റ്റിലെ വൈ കോർഡിനേറ്റ് 2 ആണെങ്കിൽ റൈറ്റിലെയും വൈ കോർഡിനേറ്റ് 2 തന്നെയായിരിക്കും. അപ്പോൾ കമ്പയർ ചെയ്ത് മിസ്സിംഗ് ആയ എയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെയാണ് വേറൊരു ക്വസ്റ്റ്യൻ കൂടി തന്നിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത്? ഡി എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് -7,5 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ -3,1 എന്ന് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത 2 കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഈ 2 ലൈനും വൈ ആക്സിസിന് പാരലാണ്. അപ്പോൾ വൈ ആക്സിസിന് പാരലാവുമ്പോൾ എക്സ് കോർഡിനേറ്റ് വാല്യൂ സെയിം ആയിരിക്കും. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് -7 ആണെങ്കിൽ അത് തന്നെയാണ് താഴത്തെയും എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരാം. ഇനി ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് -3 ആണെങ്കിൽ അത് തന്നെയാണ് താഴത്തെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരാം. ഇനി അടുത്ത 2 പാരലൽ ലൈൻസ്, അതായത് ടോപ്പ് ബോട്ടം ലൈൻസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ 2 ലൈൻസും എക്സ് ആക്സിസിന് പാരലാണ്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലാവുമ്പോൾ എന്താണ്? ആ 2 ലൈൻസിലെയും വൈ കോർഡിനേറ്റ് വാല്യൂകൾ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 5 ആണെങ്കിൽ അത് തന്നെയാണ് റൈറ്റ് സൈഡിലെയും വൈ കോർഡിനേറ്റ് ആയിട്ട് വരാം. ലെഫ്റ്റിലെ വൈ കോർഡിനേറ്റ് 1 ആണെങ്കിൽ അത് തന്നെയാണ് റൈറ്റിലെയും വൈ കോർഡിനേറ്റ് ആയിട്ട് വരാം. അപ്പോൾ കോർഡിനേറ്റുകളെ കമ്പയർ ചെയ്ത് നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ ഹാൻഡിൽ ചെയ്യുക. ക്ലിയർ അല്ലേ?